നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ആദായ നികുതി വകുപ്പ്. 1700 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് വീണ്ടും നോട്ടീസ് നൽകി. 2017-18 മുതൽ 2020-21 വരെയുള്ള വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കമാണ് ഈ തുക. കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കുകയാണ് ലക്ഷ്യമെന്നും നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. സാമ്പത്തികമായി കോൺഗ്രസിനെ തകർക്കാനാണ് നോട്ടീസ് അയക്കുന്നതെന്നും ഇത് നികുതി ഭീകരതയാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പറഞ്ഞു. പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും സ്വതന്ത്രവും നീതിപൂർവവുമായ സാഹചര്യത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ ഇന്ത്യയിൽ പൗരന്മാർക്ക് കഴിയണമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവാണ് UN ഔദ്യോഗിക പ്രതികരണം പരസ്യമായി അറിയിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെയും കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രതികരണം. അന്ധകാര ശക്തികളിൽ നിന്നും മണിപ്പൂരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നും ക്ഷുദ്രശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്നും ദുഃഖവെള്ളി ദിനത്തിലെ സന്ദേശത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലും ദുഃഖവെള്ളി സന്ദേശത്തിൽ പറഞ്ഞു. KK ശൈലജ ടീച്ചർ ഉൾപ്പെടെ പല LDF നേതാക്കളുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് വൃത്തികെട്ട രീതിയിൽ UDF പ്രചരണം നടത്തുന്നുവെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ. അത് അനുവദിക്കാനാകില്ലെന്നും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നും KK ശൈലജ ടീച്ചർ അറിയിച്ചു. വാഹനങ്ങളുടെ ഇനം, ക്യൂബിക് കപ്പാസിറ്റി, കയറ്റാവുന്ന ഭാരം, യാത്രക്കാരുടെ എണ്ണം എന്നിവ അടിസ്ഥാനമാക്കി വാഹന ഇൻഷുറൻസ് നിരക്ക് ഏപ്രിൽ 1 മുതൽ കമ്പനികൾ തീരുമാനിക്കും. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന താരിഫുകൾ അതോടെ ഇല്ലാതാകും. കേന്ദ്ര സർക്കാരാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഒടുവിൽ വരിക്കാർക്കും eSIM. റിലയൻസ് ജിയോയ്ക്കും എയർടെലിനും ശേഷം കേരളത്തിലെ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്കായി eSIM അവതരിപ്പിച്ചു വോഡാഫോൺ ഐഡിയ. തടസ്സങ്ങളില്ലാത്തതും വേഗമേറിയതും പരിസ്ഥിതി സൗഹൃദവുമായ കണക്ടിവിറ്റി ലഭ്യമാക്കാനുള്ള നീക്കത്തിലെ നിർണായക ചുവടുവെപ്പാണിത്. സ്മാർട്ട് ഫോണുകളിലും സ്മാർട്ട് വാച്ചുകളിലും ഉപഭോക്താക്കൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. പുതിയ ഉപഭോക്താക്കൾക്ക് അവരുടെ ഐഡന്റിറ്റി പ്രൂഫ് സഹിതം അടുത്തുള്ള സ്റ്റോർ സന്ദർശിച്ച് eSIM ആക്ടിവേറ്റ് ആക്കാം. eSIM iOS, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാണ്. പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ ഫോട്ടോ വെച്ച് BJP ഭാരത അരി വിതരണത്തിന് നീക്കം നടത്തിയെന്ന് CPM-ന്റെ പ്രതിഷേധത്തെ തുടർന്ന് അരി വിതരണം തടസ്സപ്പെട്ടു. കേരളത്തിൽ പവൻ വില ആദ്യമായി 50,000 രൂപ എന്ന നാഴികക്കല്ല് ഭേദിച്ചു. ആഭരണ പ്രേമികളെയും വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷ ആവശ്യങ്ങൾക്കായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരെയും നിരാശയിലാഴ്ത്തി വില ഇന്ന് പവന് ഒറ്റയടിക്ക് 1040 രൂപ ഉയർന്ന് 50,400 രൂപയിലെത്തി. 130 രൂപ വർദ്ധിച്ച് 6,300 രൂപയാണ് ഗ്രാം വില. ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ ഒറ്റയടിക്ക് സ്വർണ്ണവില പവന് 1000 രൂപയിലധികവും ഗ്രാമിന് 100 രൂപയിലധികവും ഒറ്റ ദിവസം കൂടുന്നത്. 3 ദിവസം കൊണ്ട് 1,400 രൂപയുടെ വർധനയാണ് സംഭവിച്ചിരിക്കുന്നത്. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ ലോക്സഭാ സീറ്റ് വിഭജനം പൂർത്തിയായി. RJD 26 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലും CPIML ലിബറേഷൻ 3 സീറ്റുകളിലും മത്സരിക്കും. CPIയും CPM-ഉം ഓരോ സീറ്റുകളിലും മത്സരിക്കും. ആടുജീവിതം ചിത്രത്തിന്റെ ഓപ്പണിംഗ് ദിന കളക്ഷൻ പുറത്തുവന്നു. ഇന്ത്യയിൽ നിന്നും ചിത്രം ആദ്യ ദിനം 7.75 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. ആഗോളതലത്തിൽ 15 കോടി രൂപ നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. മലയാളത്തിൽ 57.79% തിയേറ്റർ ഓക്യുപ്പൻസി. കന്നഡയിൽ 4.14%, തമിഴിൽ 17.84%, തെലുങ്കിൽ 14.46%, ഹിന്ദിയിൽ 4.14%വുമാണ് ചിത്രത്തിന് ലഭിച്ച തിയേറ്റർ ഓക്യുപ്പൻസി. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിനു വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം ചെയ്തിരിക്കുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 5.83 കോടി രൂപയാണ് ആടുജീവിതം എന്ന ചിത്രം സ്വന്തമാക്കിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.